നമ്മൾ ഇനി പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെ കിറ്റ് ആരോപണമാണ് ഉയരുന്നത്. കാച്ചേരിയിലെ അച്ചാർ കമ്പനിയകത്ത് കിറ്റുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. BJP വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകളാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, നേരത്തെയും തൃശ്ശൂരിൽ നിന്ന് സമാനമായ രീതിയിൽ ഒരു കിറ്റ് ആരോപണം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ BJPക്ക് എതിരെ തിരുവനന്തപുരത്തും പാലക്കാടും എല്ലാം ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. എന്താണ് നിലവിൽ തൃശ്ശൂരിലെ ഈ കിറ്റ് ആരോപണത്തിന്റെ അടിസ്ഥാനം? കാച്ചേരിയിൽ അല്പസമയം മുൻപാണ് LDFന്റെ CPMന്റെ CPIയുടെ ഒക്കെ പ്രവർത്തകർ എത്തി ഈ കിറ്റ് പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അവർ തടയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ മുൻ മന്ത്രിയും LDF നേതാവുമായ VS സുനിൽകുമാറാണ് ചേരുന്നത്. ഇത് കേന്ദ്രമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേട്ടു. കേന്ദ്രമന്ത്രിക്ക് ഇതുമായിട്ട് ആക്ഷേപിക്കുന്നല്ല, അദ്ദേഹത്തിന്റെ മണ്ഡലമാണത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് ചെയ്യുന്നത്, വളരെ വ്യാപകമായി ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ആളല്ല, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം കൂടി പറയട്ടെ. അദ്ദേഹം അറിയില്ല. ഇത് BJP നേതാവിന്റെ അനിയന്റെ ഷോപ്പാണ്, ഇവിടെ അച്ചാർ കടയാണ്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാമഗ്രികൾ എന്താണെന്ന് വീട്ടിൽ അച്ചാർ കഴിക്കുന്ന നമുക്കറിയാം. ഇവിടെ അരി, പഞ്ചസാര, സോപ്പ്, ചായല, പരിപ്പ്, പയറ്, ഉള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഉള്ളിയൊക്കെ അച്ചാറിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ചായല, പരിപ്പ്, പയറൊക്കെ ഇട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. സോപ്പ് ഇവിടെ ഈ വണ്ടി വന്ന് എടുക്കുകയാണ്. ഇത് GPS നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. ഈ അച്ചാർ കമ്പനിയിലാണോ GPS നന്നാക്കുന്നത്? ആ CCTV പരിശോധിക്കട്ടെ, ഇവിടെ ഏതൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഏതൊക്കെ വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അച്ചാർ കമ്പനിയിൽ കിറ്റ് നിറയ്ക്കേണ്ട കാര്യം എന്തായിരുന്നു? അച്ചാർ കമ്പനിക്ക് ട്രേഡിംഗ് ഉണ്ടോ? അതിന് മുമ്പ് ഞാൻ പറയുന്നത് BJP എവിടെയൊക്കെ കൊടുത്തു, ജില്ലയിൽ മുഴുവൻ വ്യാപകമായി ഇത് കൊടുക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ഇത് മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നും പല ഇപ്പോൾ അവിടെ ഒരു വാടാനപ്പള്ളിയിൽ പിടിച്ചോടുകൂടി അവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലാണ് പിടിച്ചത്. അപ്പോൾ അതിന് തുടർന്ന് ഇതുപോലെയുള്ള പല രഹസ്യ കേന്ദ്രങ്ങളിൽ അവരിത് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തായതുകൊണ്ട് ആരും കാണില്ല എന്ന് കരുതിയിട്ടാണ് ഇവിടെ നിയമ നടപടിയിലേക്ക് കടക്കാറ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നു. അതായത് നമ്മൾ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം ഈ ഒരു കാക്കേനെ കൊന്ന് കെട്ടിത്തൂക്കിയാൽ മറ്റു കാക്കകൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്ന പോലെ ഇത് കർശനമായി നടത്തേണ്ട നടപടി നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാനുള്ള ഭയം ഉണ്ടാവും. പക്ഷെ ഭയം തോന്നിപ്പിക്കുന്ന പണി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാത്തത്? രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഇങ്ങനെ ഒരു ഭയമില്ലാതിരിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളത് വളരെ സംശയരഹിതമായ കാര്യമാണ്. അവർക്ക് ഇടന്നോ ചില ഉറപ്പുകൾ കിട്ടുന്നു. BJP ജയിക്കുന്ന ആരാ പറഞ്ഞ്? BJP ഒരിക്കലും ജയിക്കാൻ പോകില്ല ഇവിടെ. മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് VS സുനിൽകുമാറിന് പറയാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം LDF പ്രവർത്തകർ അവരിവിടെ തുടരുകയാണ്. LDFന്റെ നേതാക്കൾ അനൂപ് ഡേവിസ് കട അടക്കമുള്ള LDF നേതാക്കൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. പോലീസ് ഇപ്പോൾ സ്ഥാപനം സീൽ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കണം, നടപടി സ്വീകരിക്കണമെന്നാണ് LDFന്റെ ആവശ്യം. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.